എന്ന് പറഞ്ഞ മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗാഡ്. ഹലോ എന്ന് പറഞ്ഞ പല മുഖങ്ങളുള്ള ദൈവകൃപ. ഞാൻ പറഞ്ഞില്ല, ഈ മെസ്സേജ് സത്യത്തിൽ വേറെ സ്ഥലത്ത് പറയാൻ പറ്റത്തില്ല. ഇച്ചിരി വെളിപ്പാടിൽ സഞ്ചരിക്കുന്ന ആത്മലോകത്ത് നിൽക്കുന്നവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. അല്ലേ, നിങ്ങളുടെ ദേവദാസ് അനിപ്പാഷും ജോപാസും എല്ലാം ഈ ഒരു മേഖലയിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചിന്റെ അകത്ത് ഇങ്ങനെ ഈ സഭയുടെ പേര് തന്നെ ക്രൈസ്റ്റ് അല്ലേ, ക്രൈസ്റ്റ് റെവലേഷൻ ചർച്ച്. അത് ക്രൈസ്റ്റ് റെവലേഷന്റെ പുറകിൽ ഒറ്റ കാര്യമാണ്, ക്രൈസ്റ്റിൽ ഒരുവൻ നിൽക്കുന്നതിന്റെ പുറകിൽ പ്രാധാന്യമാണ് ഗ്രേസ്, ഭയങ്കര പ്രാധാന്യം. അന്നേരം ഈ ഗ്രേസ് ക്രൈസ്റ്റിലൂടെ എങ്ങനെ ഇത് തുറന്നു വരാം, എങ്ങനെ നമുക്ക് തുറന്നെടുക്കാം? ഒറ്റ കാര്യമുള്ളൂ, മാനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ്. മാനിഫോൾഡ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു ഫേസ് നമ്മൾ കണ്ടു, അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയോടെ നിർത്തുന്ന ദൈവകൃപ നമ്മൾ കണ്ടു. പക്ഷെ അർഹനാക്കി മാറ്റുന്ന ഒരു ദൈവകൃപയിലേക്ക് നിന്നെ എത്തിപ്പെടുത്തുന്നതാണ് അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത്. രാമൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ആ വാക്യം കിട്ടിയോ? ഞാൻ പറയുന്നത് കാരണം ബൈബിൾ കുറച്ചുകൂടെ ഗ്രഹിച്ചാൽ മാത്രമേ ഈ വാക്യം നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു ഫേസ് കിട്ടി, ഒരു യോഗ്യതയില്ലാത്ത ജാതികളായ നമ്മെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന ഫേസിലെത്തി. എന്നാൽ രക്ഷിക്കപ്പെട്ട് അവന്റെ പുത്രനായി മാറിയാൽ ബൈബിൾ പറയാണ്, നീ ഇനി അർഹനാണ്, നീ അർഹതയില്ലാത്തവനല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം, ഈ ജോപാസ്റ്ററുടെ മോൻ വന്നിട്ട് ലാപ്ടോപ്പ് എടുത്താൽ പറയും, നീ യോഗ്യനല്ല, ഇത് എന്റേതാണെന്ന് പറയാൻ പറ്റത്തില്ല. അന്നേരം മോൻ പറയും, അപ്പാ അങ്ങ് എന്റെ പിതാവാണ്, അതുകൊണ്ട് ഫുൾ അതോറിറ്റി എനിക്ക് മാത്രമാ. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയും, ദാസന്റെ ആത്മാവല്ല പുത്രത്വത്തിന്റെ ആത്മാവ് അത്രേ നിന്റെ അകത്തിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ പുത്രത്വത്തിന്റെ ശക്തി ഇവിടെ പുറവിൽ മാനിഫോൾഡ് ഗ്രേസിനെ ദൈവത്തിന് തുറന്നു തരാൻ ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് ഒരാമയും പറയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ. എന്ത് തന്നിരിക്കുന്ന? നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് മീതെ ചുരുക്കത്തിൽ ഞാൻ എഴുതുകയാണ്. കർത്താവിന് മോഹമുണ്ടാകട്ടെ. അന്നേരം മീതെ ചുരുക്കത്തിൽ ഈ വെളിപ്പെടുത്തലുകൾ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നാളുകളായി ലഭിച്ചിട്ടില്ലാത്ത ദൈവകൃപയുടെ അടുത്തൊരു ഫേസിലേക്ക് ഈ സഭയെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇത് വെളിപ്പെടണമെങ്കിൽ ഉറപ്പാണ്, ലോകത്തിന്റെ സമയത്തെയും കാലത്തെയും പിടിച്ചു നിർത്താൻ നിനക്ക് ഈ ഗ്രേസ് കൊണ്ട് കഴിയുമെന്നതാണ് ബൈബിൾ പറഞ്ഞു തരുന്നത്. എന്താ 2-ാം വാക്യം വീണ്ടും വായിക്കുമ്പോൾ മനസ്സിലാകാം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ആർക്ക് വേണ്ടിയാണ് ലഭിച്ചത്? ഞാൻ പറയാം, പൗലോസിന് വേണ്ടി അല്ല ഇപ്പോൾ ലഭിച്ചത്. അവിടെ മനസ്സിലാക്കാൻ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. ഹലോ, അന്നേരം ദൈവകൃപയുടെ അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത്, അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ജാതികളെ തുറക്കാൻ വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപ. ഹല്ലേലൂയ. അന്നേരം ഞാൻ പറയാം, നമ്മുടെ ഫൈനാൻസ് പോലും തുറക്കപ്പെടുന്നത് ജാതിയുടെ ഇടയിൽ പോയാൽ മാത്രമേ നമുക്ക് തുറക്കത്തുള്ളൂ. ഒരാമയും പറഞ്ഞില്ല. നമ്മൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റിൽ പഠിക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ ബെന്നിക്ക് വരേണ്ടതെന്നല്ല പറയുന്നത്, ജാതികൾക്ക് വരേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരാമയും പറഞ്ഞില്ല. അന്നേരം ആർക്ക് വരേണ്ടതിന്? ജാതികൾക്ക് വരേണ്ട. അന്നേരം ജാതികൾക്ക് വെളിപ്പെടണമെങ്കിൽ ഉറപ്പാണ്, നിന്റെ കൃപാവരവും നിന്റെ അഭിഷേകവും ഏറ്റവും ഫ്രൂട്ട് ആകുന്നത്, ഞാൻ പറയാം, ചർച്ചിനപ്പുറമായി ജാതിയുടെ ഇടയിൽ പോയി നിൽക്കുമ്പോഴാണ് ഇത് മൊത്തത്തിൽ ഫ്രൂട്ടായി വരുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. എന്താ വ്യവസ്ഥ? അടുത്ത വാക്ക്, 3-ാം വാക്യം, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ
വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തുവാ ഈ മിസ്റ്ററി? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മർമ്മം. എന്തുവാ ഈ മർമ്മം എന്ന് പറയുന്നത്? അത് നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. എന്നാൽ ഈ ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കണമെങ്കിൽ ഇന്നലെ വരെ വെളിപ്പെട്ടതുപോലെ ഒരു ഗ്രേസ് നിനക്ക് വെളിപ്പെട്ടാൽ പോരാ, അത് പല മുഖങ്ങൾ